രഞ്ജിത്തെ, കേരളത്തിലെ മലയാളികൾക്ക് ഒരു സ്ഥിര ആഹാരം ഇല്ലാതായി മാറി എന്ന് തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് സദ്യയായിരുന്നു. മലയാളികളുടെ അവരുടെ തനത് ആഹാര ശൈലി എന്ന് പറയുന്നത് സദ്യയൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് അതെല്ലാം മാറി, മലയാളികളുടെ ആഹാര ശൈലി തന്നെ മാറി എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. അതിനെ ഒരു പരിധി വരെ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സും കാരണമായിട്ടുണ്ട്. ഫുഡ് ബ്ലോഗേഴ്സ് ഇവരെല്ലാം കേരളത്തിൻ്റെ പണ്ടുള്ള ഒരു ഭക്ഷണ രീതിയിൽ നിന്ന് മാറി ഇപ്പോൾ ഒരുപാട് ഫുഡിൻ്റെ ഒരു കടന്നയറ്റം വന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ അറബിക് ഫുഡുകളുടെ കടന്നയറ്റം, മന്തി, പിന്നെ മറ്റേ മധുഹൂതം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഭക്ഷണങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കേരളത്തിൻ്റെ ഒരു ഭക്ഷണ ശൈലി മൊത്തത്തിലായിട്ട് മാറ്റിയതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പ്രഭാത ഭക്ഷണം മുതൽ സദ്യയും ഇതെല്ലാം മാറിയിട്ടുണ്ടോ? ഈ അറബിക് ഫുഡുകളുടെ കാര്യം പറയുമ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയങ്ങൾ നടക്കുന്നത് ഈ ആഹാരത്തിൻ്റെ കാര്യത്തിലാണ്. ആഹാരത്തിലേക്ക് മതം തിരികുന്ന ഒരുപാട് ആളുകളുണ്ട്. മതം തിരികുന്നത്, അതായത് അറബിക് ഫുഡുകൾ ഇന്ന് വന്നത് ഇവിടുത്തെ കേരളത്തിലെ എല്ലാ ഹോട്ടലുകളുടെ പേരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ഒരു ഇസ്ലാമിക പേരിലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ യഥാർത്ഥത്തില് അറബിക് ഫുഡുകളോട് ആളുകൾക്ക് ഇഷ്ടം തോന്നുന്നത് അത് നല്ലതായതുകൊണ്ടല്ലേ, അല്ലാതെ അതിലൊരു മതം കുത്തിത്തിരികേണ്ട കാര്യമില്ല? ഒരിക്കലും ഇല്ല. കാരണം ഭക്ഷണത്തിലൊക്കെ മതം തിരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ മതവേ ഒരു പൊട്ടത്തരോ, അതിനുള്ളിൽ തന്നെ ഭക്ഷണത്തിന് കൂടെ പൊട്ടത്തര കയറ്റി വെക്കേണ്ട ആവശ്യമുണ്ടോ? ഭക്ഷണ രുചിയുള്ളതാണെങ്കിൽ കഴിക്കും. ഇപ്പോൾ മന്തി ഇന്ന് ബിരിയാണിയെ വെട്ടി കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡുകളിലേക്ക് വന്നിരിക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ മന്തിക്ക് തന്നെ പല പേരുകളുണ്ട്. മന്തി കടകൾ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ മന്തി റെസ്റ്റോറൻറ്റുകളുടെ പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചേർത്തിട്ടായിരിക്കും അതിൻ്റെ എല്ലാം പേരുകളുള്ളത്. അപ്പോൾ ഇതിനെല്ലാം ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് പല ആളുകളും വരുന്നുണ്ട്. ഇത് വലിയ ഭക്ഷണത്തിലേക്ക് മതം കുത്തിത്തിരിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള അറബിക് ഫുഡുകൾ കൊണ്ടുവരുന്നത്, അത് മലയാളികളുടെ ഭക്ഷണ ശൈലിയെ തന്നെ നശിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിനെങ്ങനെയാണ് ഇത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഈ മഞ്ഞപ്പിത്തമുള്ളവൻ്റെ കണ്ണിൽ മൊത്തം മഞ്ഞല്ലേ കാണാൻ പറ്റും. അങ്ങനെ മതം കണ്ണി കൊണ്ടു നടക്കുന്നവർക്ക് നമ്മൾ എന്ത് കണ്ടാലും അതേ തോന്നുന്നു. ഇത് പേര് മുസ്ലിം പേര്, മതം പറഞ്ഞ കിട്ട മതം, എല്ലാം മതം കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. മനുഷ്യരെ കുറച്ചുകൂടി മനുഷ്യരായിട്ട് അതായത് എന്താ പ്രശ്നം അറിയോ, നമുക്ക് ഈ മതങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ എന്നുള്ളൊരു തോന്നലുണ്ടോ? ഈ മതം ഒരുപാട് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ മനുഷ്യനൊരു പൊതു സ്വഭാവമാണ് അന്യരെ അകറ്റി നിർത്തുക എന്നുള്ളത്. അന്യരെ അകറ്റി നിർത്തുക, നമ്മുടെ കൂട്ടത്തെ നമ്മളിപ്പോൾ ഒരു രാജ്യം, നമ്മളൊരു രാജ്യം തന്നെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു അതിർത്തി കാണും. നമ്മുടെ രാജ്യത്തെ നമ്മൾ എടുക്കും, മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യും. മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവം. അപ്പം നമുക്ക് എന്നുള്ള തോന്നുന്ന ആൾക്കാരെ നമ്മൾ സേവ് ചെയ്യും, മറ്റുള്ളവരെ കൊല്ലാനും പഠിക്കത്തില്ല, മറ്റുള്ളവരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഒരു ഇത്. അപ്പോൾ ഈ മതം ഒരുപാട് തലയ്ക്ക് കൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ പ്രശ്നം ഇതാ. ഇനിയിപ്പോൾ എത്രയൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് സോഷ്യലായിട്ട് ഇടപെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ സോഷ്യൽ മാത്രമല്ല, ഇപ്പോൾ രഞ്ജിത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? എനിക്ക് ബിരിയാണി. പക്ഷേ ഇപ്പോൾ ബിരിയാണിയുടെ കാലം കഴിഞ്ഞു എന്ന് തോന്നുന്നില്ലേ? ഒരിക്കലും ഇല്ല. ബിരിയാണിക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ടാവും. ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ബിരിയാണിയേക്കാൾ ലാഭമാണ് മന്തി. ബിരിയാണി കഴിച്ചു കഴിഞ്ഞാലും ഒരേ മത്തായിരിക്കും, മന്തി കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി മത്ത് കിട്ടും. അപ്പം ആ മത്ത് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ബിരിയാണി കഴിക്കുന്നത്? എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ബിരിയാണി പേഴ്സണലി എനിക്ക് ബിരിയാണിയെ മന്തിയേക്കാളും കൂടുതൽ ഇഷ്ടം. പക്ഷെ ബിരിയാണിയേക്കാൾ കൂടുതൽ പീസ് കിട്ടുന്നത് മന്തിയിലല്ലേ? പീസ് കിട്ടുന്ന അതിനനുസരിച്ച് വിലയുണ്ടല്ലോ. ഇല്ല, വിലയില്ലേ? മന്തിക്ക് 200-220 വരും, ബിരിയാണിക്ക് 200-220 വരും. ഒരേ വില, ക്വാർട്ടർ. വയറ് നിറച്ച് ഭക്ഷണവും കഴിക്കാം. ബിരിയാണി ആകുമ്പോൾ ശകലം കിട്ടത്തുള്ളൂ. അതായത് നല്ല ബിരിയാണി എവിടെയെങ്കിലും കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ബിരിയാണിയിൽ പറ്റിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെടാത്ത, എനിക്ക് ദേഷ്യമുള്ളത് ബിരിയാണിയെ നശിപ്പിച്ച ആളുകൾ അവരൊക്കെ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ വീട് കൊല്ലത്താണ് വരുന്നത്. നമ്മുടെ അവിടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ആ ബിരിയാണി കഴിച്ച് ഞാൻ ബിരിയാണി വെറുത്തൊരാളാണ്. ഇപ്പോൾ രഞ്ജിത്ത് ബിരിയാണിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഞാൻ എങ്ങനെയാണ് ബിരിയാണി വെറുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ബിരിയാണി കൊടുത്ത കടകളിൽ പോയി ബിരിയാണി കഴിച്ചിട്ടാണ് ഞാൻ വെറുത്തു പോയത്. അവിടെ ബിരിയാണി കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറേ ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ആ ചോറ് കുറച്ചിടും, ഈ ചിക്കൻ കറി കാണും, ആ കറി അടിയിൽ വെക്കും, അതിന് മേലിൽ ചോറിടും, മേലിൽ കൊണ്ടുവന്ന് തട്ടും. ഇതാണ് അവിടുത്തെ ബിരിയാണി. അങ്ങനെ ആ ബിരിയാണി കഴിച്ച് ഞാൻ മടുത്തു. ഇപ്പോൾ ദമ്മിട്ട ബിരിയാണി എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കാൻ പോകും, ദമ്മ് പോയിട്ട് വായി വെച്ച് കഴിഞ്ഞാൽ തുപ്പിക്കളയാൻ തോന്നും. അങ്ങനെയുള്ള ബിരിയാണികൾ കഴിച്ചാണ് ഞാൻ ബിരിയാണി വെറുത്തത്. പക്ഷെ ഞാൻ കോഴിക്കോട് മലബാർ മേഖലയിൽ പോയി ബിരിയാണി കഴിച്ചതിന് ശേഷമാണ് യഥാർത്ഥ ബിരിയാണിയുടെ രുചി എന്താണ് എന്ന് മനസ്സിലായത്. അപ്പോൾ നല്ല കടകളും കാണും ബിരിയാണി കഴിക്കുന്നത്, പക്ഷെ അവിടെ ഒന്നും പോയി കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തി കിട്ടത്തില്ല. പക്ഷെ മന്തി അങ്ങനെയല്ല. മന്തി എനിക്ക് നല്ല കടകളിൽ പോയി കഴിക്കുന്നതുകൊണ്ടായിരിക്കാം ഇപ്പോൾ എനിക്ക് അതുവരെ മന്തി അങ്ങനെ വെറുപ്പ് തോന്നിയിട്ടില്ല. ഇപ്പോൾ
മന്തി ബിരിയാണി കഴിക്കുന്ന പോലെ എന്നും കൊണ്ട് കഴിച്ചാൽ എൻ്റെ ഒരു ഇത് വെച്ചിട്ടെന്ന് പറഞ്ഞാൽ ബിരിയാണി എനിക്കൊരു ഒരാഴ്ച വരെ കണ്ടിന്യൂസ് കഴിച്ചാൽ വലിയ പ്രശ്നമൊന്നും തോന്നാറില്ല. പക്ഷെ മന്തി ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് പിന്നെ കഴിക്കാനുള്ള ഒരു മൂടാണ്. അതൊരു ഹെവിനെസ് വരുന്നതുകൊണ്ടാണ്, കാരണം അത്രയും വയറ് നിറച്ച് കഴിക്കുന്നതുകൊണ്ടാണ്. മന്തി നമ്മൾ ആവശ്യത്തിന് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും കഴിക്കാൻ കഴിയുന്ന ഒരു വിഭവമാണ്, കാരണം അത്രത്തോളം പ്രോട്ടീൻ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അൺഹെൽത്തി ഫുഡിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അല്ല, അൺഹെൽത്തി ഫുഡ് എന്ന് പറയുന്ന ഫുഡ് എന്താണുള്ളത്? അപ്പൊ ഇപ്പൊ നോക്കുവാണെങ്കിൽ എല്ലാം അൺഹെൽത്തിയാ. ഇപ്പൊ വിഷമില്ലാതെ സദ്യ ഏറ്റവും വലിയ അൺഹെൽത്തി ആയിട്ട് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ തമിഴ്നാട്ടിൽ നിന്നും വരുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയാണ് ഇത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്നത്? എങ്ങും ഉണ്ടാക്കുന്നില്ല. ഇതെല്ലാം വെളിയിൽ നിന്നാണ് വരുന്നത്. ഇതെല്ലാം മരുന്നടിച്ച് വരുന്ന കാര്യങ്ങളാണ്. ഇത് എല്ലാവർക്കും അറിയാത്ത കാര്യമാണ്. ഇപ്പോൾ ഒരു സാധനം നശിക്കാതിരിക്കണമെങ്കിൽ ഇത്ര ദിവസം മരുന്നടിച്ച് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുന്ന ഭക്ഷ്യവസ്തുക്കളാണ്. ഇതിലിപ്പോൾ മോശമാണോ നല്ലതാണോ എന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല. ഓരോ കാലഘട്ടത്തിനനുസരിച്ചും ഭക്ഷണങ്ങൾ മാറി മാറി വരുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പണ്ട് എല്ലാവരും സദ്യയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഒരു കാലഘട്ടത്തിന് ശേഷമാണ് സദ്യ ആയത്. അതിനു മുമ്പിട്ട് അവർ കഴിച്ചുകൊണ്ടിരുന്നത് മരച്ചീനിയും മറ്റു കാര്യങ്ങളുമാണ്. അപ്പം മരച്ചീനി കഴിക്കുമ്പോൾ തന്നെ മരച്ചീനി ടോക്സിക് ആണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഫുഡ് വ്ളോഗേഴ്സ് ഒരുപാട് അൺഹെൽത്തി ഫുഡിനെ അവർ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അത് നമ്മുടെ അത് ഫുഡ് കൾച്ചറിനെ തന്നെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെവിടെ പോയാലും എന്താ പറയണ്ടേ, എന്തെടുത്ത് കഴിച്ചാലും അത് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും. ഒരു കാശ് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. നോർമലായിട്ട് കാണുന്ന ഒരാൾക്ക് ചില പല കടകളിൽ പോയിട്ട് അവിടെ നമ്മൾ ഇവരെ കണ്ടുകൊണ്ടായിരിക്കും അവിടെ പോയി കഴിക്കാൻ പോകുന്നത്. കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വായി വെക്കാൻ കൊള്ളാത്ത ഭക്ഷണം എടുത്ത് ഇരുന്നിട്ട് ഇതല്ലല്ലോ അവരുടെ എക്സ്പ്രഷൻ. നമ്മളെ എക്സ്പ്രഷനും ആ വീഡിയോയും കണ്ടിട്ടായിരിക്കും ആ ഫുഡ് കഴിക്കാൻ പോകുന്ന ആ കടയിൽ ചെന്നിട്ട്. അവിടെ ചെല്ലുമ്പോൾ ഒന്നിനും കൊള്ളാത്ത വൃത്തികെട്ട ഫുഡായിരിക്കും. ഇത് സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഐറ്റം വൈറലായി കഴിഞ്ഞാൽ ഇത് എല്ലാ കടകളിലേക്കും ചില കടകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ചായക്കടകൾ തന്നെ ഭയങ്കര ആളായിരിക്കും, ഭയങ്കര തിരക്കായിരിക്കും, പക്ഷെ ആവറേജ് സാധനമായിരിക്കും അവിടെ കൊടുക്കുന്നത്. എങ്ങനെയാണ് എന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. പക്ഷെ നല്ല ചായയും നല്ല കടികളും കിട്ടുന്ന കടകളുണ്ട്, പക്ഷെ ഒറ്റ മനുഷ്യൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. മനുഷ്യന്റെ ബിഹേവിയർ ചേഞ്ച് പലപ്പോഴും ഈ ഫുഡിന്റെ കാര്യത്തിലും മാറി അത് അവിടെ മനുഷ്യൻ എല്ലായിടത്തും ഒരു ലൈക്കബിലിറ്റി ഉണ്ട്. അതാണ് വിഷയം. എല്ലാ കാര്യത്തിലും ഉണ്ട്. ഇപ്പം നമുക്ക് ഫേവററ്റ് ആയിട്ടുള്ള എന്തോ അത് നല്ലതായിരിക്കണമെന്ന് നമ്മൾ ആലോചിക്കും. അതാണ് വിഷയം. എന്താണെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോൾ വിചാരിക്കുന്നത് ഇത് തേങ്ങയാണ് പറയുന്നത് എന്നാണ്. നമ്മൾ പറഞ്ഞു വന്നപ്പോൾ അത് മാറിപ്പോയി. പക്ഷേ ഇപ്പം ഫുഡിനെ പറ്റിയൊരു, അതായത് ഇപ്പോൾ ഫുഡ് കൾച്ചർ മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്.